നമ്മളെ കോഴിക്കോട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഇഫ്താർ ബഫറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ കുറച്ച് ടൈം ഉണ്ടായപ്പോഴേ ഗൂഗിൾ മാളൊന്ന് കയറി. അവിടെ എത്തിയപ്പോൾ ഇഷാറിന് ഷെഡ് എടുക്കാൻ പോയി 8 പീസ് വേണമെന്ന് പറഞ്ഞു. ഓരോ ദിവസം ഓരോന്ന് വെച്ചിടാനാ. ഈ എന്താ ചെയ്യാ? കോർട്ടിയോ ഇവിടെയാണ് നമ്മൾ നോമ്പറക്കാൻ പോകുന്നത്. കുറച്ച് പ്രീമിയം ആയിട്ട് നല്ലൊരു ആംബിയൻസിലുള്ള നോമ്പ് തുറ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലേ ഇങ്ങോട്ട് വിട്ടോളി. ഒരു ദിവസം 100 ആൾക്കുള്ള സീറ്റ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് നോമ്പറക്കാം. ഒരാൾക്ക് നോമ്പറക്കാൻ 1399 രൂപയാണ് ഇവരോട് ചാർജ് ചെയ്യണത്. ഞങ്ങൾ വലിയ പ്രതീക്ഷ ഒന്നും ചെയ്യാതെ പോയത്, പക്ഷേ ഫുഡ് നമ്മൾ നെട്ടിച്ചളഞ്ഞ്. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ പ്ലേറ്റിലും ഈ സാധനം ബാക്കിയാക്കും. എന്താണെന്നറിയില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞെന്ന് സലാഡ് തന്നെ തുടങ്ങാം. അപ്പോൾ മൻസൂർ മെയിൻ കോഴ്സ് എത്തിക്കണട്ടാ. അൺലിമിറ്റഡ് ആയതുകൊണ്ട് എല്ലാവരും വ്യക്തമായ പ്ലാനിങ്ങോടെ വന്നിക്കണത്. ആരും ജ്യൂസ് ഒന്നും അങ്ങനെ തൊട്ടിട്ടില്ല. ഇവ ഈ കഴിക്കണ ചെമ്മീൻ കുറുമീൻ ഗീ റൈസ് ഉണ്ടല്ലോ, മക്കളെ മസ്റ്റ് ട്രൈ ആയിട്ടാട്ടാ. ഇവ പിന്നെ നീച്ചോണ് 6ാമത്തെ ഇട്ടായിട്ടാണ്. എങ്ങട്ടാ പത്? ഡെസേർട്ടിന്റെ അവിടെ പോയപ്പോ ഓന അവിടെയുണ്ട്. അനീഷ് ഫ്രൂട്ടിന്റെ അവിടെ എത്തിക്കണേ. ഞാൻ ഏതായാലും കുറച്ച് ഉപ്പിലിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അതൊക്കെ തിന്നിട്ട് പുറത്തായപ്പോണ്ട് കാക്ക ഇങ്ങനെ ചായ അടിക്കുന്നു. അവിടുന്ന് ഒരു ചായ വാങ്ങി കുടിച്ചാണ്ട് സംഭവം റാത്തായി.